കൂടും. അത് ഭൂരിപക്ഷത്തിൽ എഫക്ട് ചെയ്യും. രാവിലെ 75,000 മുകളിൽ വോട്ടുണ്ടായിരുന്നു. അതിപ്പോ എന്താ? ഇല്ല, അതിലൊന്നും കുഴപ്പമില്ല. 75,000 മേലെ തന്നെ പിടിക്കും, ഒരു ഡൗട്ടും ഇല്ല. മാറ്റില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ചെറിയൊരു തെറ്റുണ്ട്. അൺപ്രഡിക്റ്റബിൾ ആണ്, നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറഞ്ഞു. ഞാൻ അൺപ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുമ്പോൾ ആർക്കാ ഗുണം കിട്ടുക? അത് അൺപ്രഡിക്റ്റബിൾ ആണ്, ആർക്കും ഒന്നും പറയാൻ പറ്റില്ല എന്നാണ്. ഞാൻ ജയിക്കുന്ന കാര്യമല്ല പറഞ്ഞു. പോളിംഗ് ബൂത്തുകളിൽ പോയി എല്ലാ പഞ്ചായത്തിലും പോയല്ലോ, വളരെ പോസിറ്റീവ്. മറ്റു മുന്നണികൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പോളിംഗ് ഏജന്റുകളോ ഇല്ല അൻവറിന് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള സംവിധാനം അൻവറിനില്ല. അത് വലിയ കാര്യമായിട്ട് വോട്ട് പിടിക്കില്ല എന്നാണ് ഇടതുപക്ഷവും വലതുപക്ഷവും പറയുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? പോളിംഗ് ഏജന്റ് ഉണ്ടായാൽ പോളിംഗ് ഏജന്റിന് അഡീഷണൽ വോട്ടൊന്നുമില്ലല്ലോ. ഉണ്ടോ? ആൾക്കാരെ അവിടെ ഇരിക്കാന്നല്ലാതെ. പിന്നെ ഞാനെന്താ പറഞ്ഞത്, എൻ്റെ പ്രവർത്തകർക്ക് വീട്ടിലാണ്, എല്ലാ വീട്ടിലും പ്രവർത്തകരുണ്ട്. ആ വീട്ടിലുള്ള പ്രവർത്തകരെ ഇവിടെ തലയിലേറ്റി കൊണ്ടുവരേണ്ട ഗതികേടൊന്നും ഇവിടുത്തെ ഈ ജനകീയ മുന്നേറ്റത്തിനില്ല. അതാണ് നിങ്ങൾ എന്താ പറയുക, പാരമ്പര്യ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം മാത്രമാണ് നിങ്ങളെയൊക്കെ തലയിൽ. ഞാൻ അടിവരയിട്ട് ഇപ്പോഴും പറയുന്നു, കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തെ, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയുടെയും നേതൃത്വത്തിൻ്റെ ധാരണ തിരുത്തുന്ന ഒരു പോളിംഗ് റിസൾട്ട് ഇവിടെ ഉണ്ടാവും. അത് എന്ന് പറയുന്നത് ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയാം, അല്ലാതെ ഒരു വേറെ വീരവാദമോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. ഇവിടെ തിരുത്തപ്പെടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ കേരളത്തിലെ ഒരുപാട് വിദ്യാസമ്പന്നരും എന്താ പറയുക സാമൂഹിക പരിഷ്കർത്താക്കളും എല്ലാമായിട്ടുള്ള കുറേ തലമുറകൾ കഴിഞ്ഞു പോയി, ഇപ്പോഴും നല്ല കുഴപ്പമില്ലാതെ പോവുകയാണ്. പക്ഷേ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇപ്പോഴും പൊതുജനം കഴുതിയാണ്, അത് മാനിപ്പുലേറ്റ് ചെയ്യാം. അതുപോലെ പാർട്ടി പ്രവർത്തകർ, ഏത് പ്രവർത്തകരാകട്ടെ, സജീവ പ്രവർത്തകർ, അവർ അടിമകളാണ്. നമ്മളൊരു തീരുമാനം എടുത്താൽ അത് നടപ്പിലാകും. അതുകൊണ്ട് ജനങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നില്ല. അതിന് മാറ്റം വരും. വരാനിരിക്കുന്ന രാഷ്ട്രീയത്തിൽ നിലമ്പൂരിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നല്ല വ്യത്യാസം ഈ ലീഡർഷിപ്പിൽ ജനങ്ങളെ പരിഗണിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം എത്തിപ്പെടും. ആ ഒരു വോട്ടിംഗ് ഇവിടെ ഉണ്ടാവും. പോളിംഗിന് മുമ്പ് 75,000 വോട്ടുകളുടെ കണക്ക് പറഞ്ഞിരുന്നു. പോളിംഗിന് 75,000 വോട്ട് പിടിക്കുമെന്നുള്ള കണക്ക് പോളിംഗിന് മുമ്പ് പറഞ്ഞിരുന്നു. അതേ ആത്മവിശ്വാസത്തിനും അതേ കണക്കിലും തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അതിന് ആത്മവിശ്വാസ സത്യത്തിൽ എനിക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ അതിലേക്ക് മേലേക്ക് പോകും. തോൽവി എന്ന് പറയുന്ന ഒരു സംഗതി ഈ തെരഞ്ഞെടുപ്പിലില്ല. ജനങ്ങൾ തോൽക്കുകയാണ്. ജനങ്ങൾ തോറ്റ ചരിത്രമില്ല. ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ പരാജയപ്പെടുത്തിയിട്ടുള്ള ചരിത്രമാണ് നമുക്കുള്ളത്. ഇവിടെ ഹിറ്റ്ലറിസവും മുസോളിനിസവും തലയിൽ പേറുന്ന രണ്ട് ലീഡർഷിപ്പാണ് ഈ രണ്ട് മുന്നണിയെയും നയിക്കുന്നത്. അത് രണ്ട് മുന്നണിയിലെയും ജനങ്ങളത് കാണുന്നുണ്ട്. അതിനെതിരെയുള്ള ഒരു നല്ല പ്രതികരണം ഉണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അല്ല, അത് പറഞ്ഞോട്ടെന്ന്. അതിപ്പോ 2016 പറഞ്ഞു എല്ലാ സ്ഥാനാർത്ഥി. ഇപ്പൊ BJPയുടെ സ്ഥാനാർത്ഥിയോട് പോയി ചോദിച്ചു, നിങ്ങൾ റിസൾട്ട് ആവും, ചിലപ്പോൾ ജയിക്കും എന്ന് പറയും, അത്രയെങ്കിലും പറയും. അതെന്താവും നമുക്കറിയില്ലേ? അതിലൊന്നും ഒരു വസ്തുതയില്ല. അപ്പൊ രണ്ടാം സ്ഥാനത്തിന്റെ കാര്യത്തെ കുറിച്ച് ഞാനിപ്പോ പറയാൻ കഴിയില്ല. 72, 73, 74 വരെ പോകാം. അതിലൊന്നും ഒരു വലിയ എന്താ പറയാ വാശിയും വീറും. ഇപ്പൊ പ്രിയങ്ക ഗാന്ധിക്ക് എത്രയായിരുന്നു പെർസെന്റേജ് കഴിഞ്ഞ ഇലക്ഷൻ? 60. അപ്പോ അത് എത്ര വോട്ട് ചെയ്യുന്നോ? ഇപ്പൊ നമ്മളൊരു ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന അൻവർ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് 75,000-ലധികം വോട്ടുകൾ നേടും എന്ന് ഇപ്പോഴും പറയുകയാണ്.